പ്രദേശത്തെ കിടാട്ടൂർ പഞ്ചായത്തിലെ മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ, നല്ലവരായ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ ആ സമ്മേളനത്തിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ബൈക്ക് റാലി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം, മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് എന്നതിന്റെ പ്രതാപ കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 1948 ഒരു മുസ്ലിം ലീഗുകാരനായി ജീവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ ഓർക്കുന്നു, അന്ന് സോഷ്യലിസ്റ്റ് പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെ അന്നത്തെ സോഷ്യലിസ്റ്റ് പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവര് പറഞ്ഞിട്ടുണ്ട്, അന്ന് ഖായിദെ മില്ലത്തിന്റെ മുഖത്തിലേക്ക് പറഞ്ഞിട്ടുണ്ട്. ഖായിദെ മില്ലത്ത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും, ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ മുസൽമാനായ വിഡ്ഢിയായ മുസൽമാനാണെന്ന് ഖായിദെ മില്ലത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാനെന്ന് പറയുന്നത്, ഇന്ന് മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് എവിടെ നിൽക്കുന്നു? എതിരാളികളുടെ കൂരമ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട്, എതിരാളികളുടെ വിമർശനങ്ങൾക്കെല്ലാം തടയിട്ടുകൊണ്ട് മുസ്ലിം ലീഗ് അതിന്റെ പ്രയാണം തുടരുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. 20 MLA-മാരും പഞ്ചായത്തുകൾ തോറും മുസ്ലിം ലീഗ് പഞ്ചായത്തില്, നിയമസഭയില്, പാർലമെന്റില്, UN രക്ഷാസമിതിയിലൊക്കെ മുസ്ലിം ലീഗ് വളർന്ന് പന്തലിച്ച രാഷ്ട്രീയ പ്രസ്ഥാനമായി കടന്നു ചെല്ലുമ്പോ ആ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിമർശനത്തിന്റെ കൂരമ്പുകൾ ഏറ്റുവാങ്ങുന്നവര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാനായ നമ്മുടെ നേതാവ് പാണക്കാട് ശഹീദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ പ്രസ്ഥാനത്തെ അഭികീർത്തി വരുന്ന പ്രസ്താവനകളുമായി നടന്നുവെന്ന അച്യുതാനന്ദനെ പോലുള്ള വിസഞ്ചിറ്റുന്ന വർഗീയവാദികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസങ്ങൾ വന്നുകൊണ്ട് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയെ കേരളത്തിന്റെ ജനമത്വത്തിലിട്ടുകൊണ്ട് അവഹേളിച്ച ആ മനുഷ്യൻ ചെയ്ത പ്രവർത്തിക്കുന്ന ഉപ്പുതന്ന അച്യുതാനന്ദൻ വെള്ളം കുടിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നു. സ്വന്തം മകനായ ചാടികൾ നിയമനം നടത്തിയിട്ട് മലപ്പുറത്തിന്റെ മക്കള് കോപ്പി അടിച്ചുകൊണ്ടാണ് SSLC പരീക്ഷകളും PSC പരീക്ഷകളും പാസ്സാകുന്നതെന്ന് ഘൃണഗാനം പ്രസംഗിച്ച അച്യുതാനന്ദന് സ്വന്തം മകന്റെ നിയമനം എന്ന് പറയുന്നത്, സ്വന്തം മകന്റെ നിയമനത്തിന് പോലും കൈകടത്തിക്കൊണ്ട് സ്വന്തം കൂട്ടക്കാർക്കും ബന്ധുക്കാർക്കും ഭൂമി വരെ അളന്നുകൊടുത്ത് സോമൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അധിപനായി, ആദർശത്തിന്റെ പോലീസ്തനായിക്കൊണ്ട്, ആദർശധീയനായിക്കൊണ്ട്, പുന്നപ്പുറ വയലാറിന്റെ സമരനായകനായിക്കൊണ്ട് കടന്നു വന്നിട്ട് സ്വന്തം ബന്ധുക്കൾക്കും കൂട്ടക്കാർക്കും വിളമ്പിക്കൊടുത്തിട്ട് സ്വന്തം ഖസനാവിൽ നടക്കുന്ന പണം പോലും മറ്റുള്ളവർക്ക് തീരെഴുതി കൊടുത്തിട്ട് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് രാജിവെക്കാൻ പറയുന്ന ആ ആദർശ കപട നായകൻ ആയുസ് തീർന്നിട്ടും ആർത്തി തീരാത്ത ആർത്തിഭണ്ഡാരമായിക്കൊണ്ട് അച്യുതാനന്ദൻ കടന്ന് ഉരുളുന്നത് നമ്മൾ കാണുന്നു. ടൈറ്റാനിയം അഴിമതി കേസില് ഉമ്മൻചാണ്ടി രാജിവെക്കണം, ഐസ്ക്രീം കേസില് അച്യുതാനന്ദൻ രാജിവെക്കണം എന്നിങ്ങനെ പൂർണ്ണമാനം പ്രസംഗിക്കുന്നു. എങ്കിൽ ആദർശം എന്ന് പറയുന്നത് നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴനാര് ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രാജിവെക്കൂ, പുറത്തു എന്ന് പറയേണ്ട കാലം അതിക്രമിച്ചിട്ടില്ലേ? നിങ്ങളറിയില്ലേ, നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ ഇവിടെ നടന്നത് കോഴിക്കോടിന്റെ തെരുവോരങ്ങളിൽ 10 രൂപയ്ക്ക് വേണ്ടി ആരുടെ മുന്നിലും പായവിരിക്കാൻ തയ്യാറായ ഒരു അഭിസാരികയുടെ വാക്കുകെട്ട് പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടിയെ നിങ്ങൾ അളന്നു. ഈ ഒറോന്തരം മങ്ങാടിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു തെരുവ് പട്ടിയുടെ സ്വഭാവശുദ്ധി പോലുമില്ലാത്ത റൌഫ് എന്ന് പറയുന്ന കാട്ടിക്കള്ളന് മുന്നിലെ കുഞ്ഞാലിക്കുട്ടിയെയും ഖായിദെ മില്ലത്തിന്റെയും പ്രസ്ഥാനത്തെ നിങ്ങൾ അളന്നു. ഞാൻ പറയുന്നു, കളക്ടർമാരെ സ്വാധീനിച്ച്, ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ചുകൊണ്ട് ഇന്ന് അച്യുതാനന്ദൻ കിടക്കുന്ന ഉരുളുന്ന കാഴ്ച നമ്മൾ കാണുന്നു. 375 കോടി രൂപ അഴിമതി നടത്തിയ പിണറായി വിജയൻ അന്ന് രാജിവെക്കാത്തതിനെ കുറിച്ച് അച്യുതാനന്ദൻ പറഞ്ഞു, അദ്ദേഹം പാർട്ടിയിലെ ജനങ്ങളിൽ നിന്ന് ഇടപെട്ടൊരു ജനപ്രതിനിധിയല്ല, അദ്ദേഹം പാർട്ടി ഭാരവാഹിയാണ്, അതുകൊണ്ട് രാജിവെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, മലമ്പുഴ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന ഒരു നിയമസഭാ സമാജികനാണ് അദ്ദേഹം. അദ്ദേഹം രാജിവെക്കേണ്ട ഉത്തരവാദിത്തമില്ലേ? കുഞ്ഞാലിക്കുട്ടിക്കും ഉമ്മൻചാണ്ടിക്കും മാത്രമേ രാജിവെക്കേണ്ട ഉത്തരവാദിത്തമുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത്, രാജ്യത്ത് എന്തിന്റെ പേരിലും കുഞ്ഞാലിക്കുട്ടിയെയും മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും വിമർശനത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നവര് ആലോചിക്കേണ്ടതുണ്ട്. ഈ പോരാട്ടവീരം ഇവിടെ അവസാനിപ്പിക്കാനുള്ളതല്ല. നിങ്ങൾക്കറിയാം, സൂര്യൻ എത്തനിക്കാത്ത സാമ്രാജ്യക്കാരന്റെ കരങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടി യുദ്ധക്കളത്തിൽ അവസാനത്തെ ശ്വാസം പോകുന്നത് വരെ പോരാടിയ ടിപ്പു സുൽത്താന്റെ പാദസ്പർശനമേറ്റ മണ്ണാണ് ഈ ഒറോമ്പുറം, ഈ മലബാർ. നിങ്ങൾക്കറിയാം, ഏഷ്യനിക്കാരന്റെയും ഭീഷണിക്കാരൻ
പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അധിനിവേശ പണിയെടുത്ത് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഒറ്റുകാരൻ നടത്തിയ അധികാരി ചെക്കുട്ടിയുടെ തല മുറിച്ചെടുത്തുകൊണ്ട് കാളവണ്ടിയിൽ കെട്ടിത്തൂക്കി ദേശസ്നേഹം തെളിയിച്ച ചെമ്പൻ പോക്കറിന്റെ പാരമ്പര്യം ഉൾപ്പെടുന്നവരാണ് നമ്മള്. അതേക്കാളൊക്കെ ഉപരി അക്കമഡേഷനും ഡിക്കമഡേഷനും പറഞ്ഞുകൊണ്ട് കേരളത്തിന്റെ കലാലയങ്ങളിൽ നിന്ന് അറബി ഉറുദു ഭാഷകള് തകിടം മറിക്കാൻ ശ്രമം നടത്തിയപ്പോ മുന്നിൽ ചാടിക്കൊണ്ട് ധീര രക്തസാക്ഷിത്വം വഹിച്ച മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാരുടെ പോരാട്ടത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുന്നവരാണ് നമ്മള്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിന് വിജയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാം ആവേശത്തോടുകൂടി മുന്നിൽ നിന്ന് പ്രവർത്തിക്കണമെന്നും ഈ പരിപാടിയിലേക്ക്, ഈ സമാപന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് എന്നിൽ സമർപ്പിതമായിട്ടുള്ളത്. ഈ ജാഥക്ക് ഞങ്ങളോടൊപ്പം എന്ന് പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് അഭിവന്ദനായ സോനിദ്ദീൻ സാഹിബ് അവരുകൾ, അഭിവന്ദനായ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഹംസ സാഹിബ്, അഭിവന്ദനായ എം കെ ഹംസ സാഹിബ്, അഭിവന്ദനായ ഉസ്മാൻ സാഹിബ്, അഭിവന്ദനായ ഷാജി സാഹിബ്, KC സാഹിബ്, മഞ്ചേരി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി നിസാർ മാസ്റ്റർ തുടങ്ങിയവരെ സംബന്ധിച്ചിട്ടുള്ള മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരെയും മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരെയും MSFന്റെ പ്രവർത്തകന്മാരെയും വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ടും ഈ പരിപാടി വീക്ഷിക്കുന്ന നല്ലവരായ ജനാധിപത്യ മതേതരത്വ വിശ്വാസികളെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ സമ്മേളനം പ്രാർത്ഥനോജ്ജലവുമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഈ യോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എനിക്ക് ഹംസ സാഹിബിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്ന ജയ മുസ്ലിം ലീഗ്.